പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. ത്രിയേക ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഈശോനാഥ, ഇന്ന് ഞങ്ങൾക്കൊരു പ്രഭാതം തരികയും പ്രഭാതം മുതൽ ഈ രാത്രിയുടെ യാമം വരെ ഞങ്ങളെല്ലാവരെയും പലയിടങ്ങളിലായി ദൈവസംരക്ഷണത്തിൽ പരിപാലിക്കുന്ന ആ വലിയ കാരുണ്യത്തെ ഓർത്ത് നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഈശോപ്പ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ, അവിടുത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ തന്ന ആ വലിയ കരുണയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈശോനാഥ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളിതാ ഉറങ്ങുവാൻ പോകുന്നു. ഞങ്ങൾക്ക് നല്ല നിദ്ര നൽകി അനുഗ്രഹിക്കണമേ. ഉറക്കത്തിൽ ഒരു ദുർസ്വപ്നങ്ങൾ കടന്നുകൂടുവാൻ ഇടവരാതെ വണ്ണം കാത്തു പരിപാലിക്കണമേ. ഒരു അന്ധകാര ശക്തികളോ പൈശാചിക തന്ത്രങ്ങളോ ഒരു വിഷജന്തുക്കളോ ഒരു പ്രാണികളോ ഞങ്ങളെയോ ഞങ്ങൾക്കുള്ള ആരെയും തന്നെ തൊടുവാനോ അടുത്തുകൂടുവാനോ ഇടവരാതെ വണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ. ഒരു കള്ളന്മാരോ അക്രമികളോ ഞങ്ങളുടെ ഭവനങ്ങളിലോ കാമ്പൗണ്ടുകളിലോ കടന്നുകൂടുവാനോ നോട്ടം വയ്ക്കുവാനോ ഇടവരാതെ വണ്ണം അവിടുത്തെ ദൂതഗണങ്ങളെ കൊണ്ട് കോട്ട കെട്ടി ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ അപ്പാ. ഈശോയെ, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും പാപങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. അവിടുത്തെ തിരുവിലാവിലെ ജലത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളിൽ ആരെങ്കിലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിൽ കർത്താവേ, ഞങ്ങളെ വിശുദ്ധിയുള്ളവരാക്കി മാറ്റണമേ. നാളെ ഞങ്ങൾക്കായി ഒരു ദിവസം അവിടെ നിന്ന് ഒരുക്കുന്നെങ്കിൽ കർത്താവെ, അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കിയും ഞങ്ങൾ ദൈവകൃപയിൽ വസിക്കുന്ന മക്കളാക്കിയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഈശോയോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ ഞങ്ങൾക്ക് കാവലും തുണയുമായിരിക്കണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നും 14-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. ദേവാലയത്തിൽ നിന്നും മറ്റൊരു ദൂതൻ പുറത്തു വന്നു. മേഘത്തിന്മേലിരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാൾ എടുത്തു കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്ന് മൂർച്ചയുള്ള ഒരു അരിവാളുമായി മറ്റൊരു ദൂതൻ ഇറങ്ങി വന്നു. വേറൊരു ദൂതൻ ബലിപീഠത്തിൽ നിന്ന് പുറത്തു വന്നു. അവന് അഗ്നിയുടെ മേൽ അധികാരമുണ്ടായിരുന്നു. മൂർച്ചയുള്ള അരിവാളുള്ളവനോട് അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്റെ അരിവാൾ ഇറക്കി ഭൂമിയിലെ മുന്തിരിക്കുലകൾ ശേഖരിക്കുക, മുന്തിരിപ്പഴം പാകമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. കിടക്കയുടെ 4 ചുറ്റും കുരിശടയാളം വരച്ച് കിടക്ക. ആമേൻ.